In this class we study about the power quality issues in smart grid. So power quality issues in smart grid is first one the emission by new devices, second one interference between device and power line communication. അതായത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു സ്മാർട്ട് ഗ്രിഡ് വെച്ചാൽ ഒരു കമ്മ്യൂണിക്കേഷൻ ലൈനും ഉണ്ടാവും, പിന്നെ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ഒരു ഇലക്ട്രിക്കൽ വയറും ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ ലൈനും ഉണ്ടാവും. സോ ഇവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് കൂടുതലായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ് ഈ സ്മാർട്ട് ഗ്രിഡിൽ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്തിരുന്നു, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ്. സോ ആ ഇൻ്റർഫറൻസ് കൂടുതലായിട്ടുണ്ടാവും. വൈ ഈസ് ഇറ്റ് ഈസ് സിഗ്നൽ ലൈൻ, ഇറ്റ് ഈസ് സിഗ്നൽ മീൻസ് ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ signal line. So it is communication signal line. So it is power line. So power line കമ്മ്യൂണിക്കേഷൻ സിഗ്നൽ ലൈനാണ് രണ്ടും. സോ രണ്ടും കൂടെ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ എന്തുവന്നാലും അതിനൊരു ഇൻ്റർഫറൻസ് ഉണ്ടാവും. സോ അപ്പം ആ ഇൻ്റർഫറൻസ് ബിറ്റ്വീൻ ഡിവൈസ് ആൻഡ് ദി പവർ ലൈൻ. ആൻഡ് next one the immunity of device. So immunity of device എന്ന് വെച്ചാൽ ആ ഡിവൈസിന് എത്രമാത്രം ഈ ഇൻ്റർഫറൻസ് ഒന്നും ആവാതെ ആ ഡിവൈസിന് നിൽക്കാൻ പറ്റും. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് കമ്പാറ്റബിലിറ്റി വേണം പറയാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഉണ്ടാവാതെ ആ ഡിവൈസിന് നിൽക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. നെക്സ്റ്റ് വൺ വീക്കനിങ് ഓഫ് ട്രാൻസ്മിഷൻ ഗ്രിഡ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള power quality issues. First we see the emission by new device. So in a smart grid we expect growth both in production at lower voltage levels, that is distributed generation, and in new types of consumption such as charging stations of electrical vehicles, expanded high speed railways etc. അതായത് നിങ്ങൾക്കറിയാൻ പറ്റും ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിൾസൊക്കെ നിലത്തിലിറങ്ങുമ്പോൾ കൂടുതൽ ചാർജിങ് സ്റ്റേഷൻസ് വേണ്ടി വരും. ആ ചാർജിങ് സ്റ്റേഷൻസ് വേണം. പിന്നെ ഒരു ഹൈ സ്പീഡ് റെയിൽവേസൊക്കെ DC ആണ് കൂടുതലായിട്ടും ഓപ്റ്റ് ചെയ്യുക. സോ ആ DC സോഴ്സ് മീൻസ് ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് നിങ്ങൾക്ക് റെയിൽവേസ് നോക്കിയാൽ മതി 25 kV വോൾട്ടേജാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വോൾട്ടേജിന് അത്രയും ആ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജിലേക്ക് ഒരു കൺവെർട്ടർ സബ്സ്റ്റേഷൻസ് അവിടെ വേണ്ടി വരും. അപ്പം ആ ഒരു സ്ഥലം ഓരോരോ ചാർജിങ് സ്റ്റേഷൻസും പിന്നെ പല ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ സ്റ്റേഷനിൽ കൺസ്യൂമേഴ്സ് ഉണ്ടാവും, അതേപോലെ സപ്ലയേഴ്സും വരും. ഈ സ്മാർട്ട് ഗ്രിഡ് ആകുമ്പോൾ രണ്ട് രീതിയിൽ ഒരു ബെനിഫിറ്റ് വരും. അതായത് പുതിയ ഓരോ ദിവസം, അതായത് ഇതിൻ്റെ സ്മാർട്ട് ഗ്രിഡിൻ്റെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതായത് കൂടുതൽ കൺസ്യൂമറിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ബോത്ത് ഇൻ ദി ജനറേഷൻ ടൈപ്പ് ഓഫ് കൺസ്യൂമർ ആണെങ്കിലും അത് കൺസ്യൂമർ ആണെങ്കിലും ആ ഒരു കൺസ്യൂമർ അയാൾ ഒരു കൺസ്യൂമർ ആയിരിക്കാം, അതായത് ഒരു ലോഡ് കൺസ്യൂം ചെയ്യാനായിരിക്കാം, അയാളൊരു ലോഡ് ഒരു പവർ ജനറേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കാം. അപ്പോൾ രണ്ട് രീതിയിലും നിങ്ങൾ അദ്ദേഹത്തിന് അക്കോമഡേറ്റ് ചെയ്യണം. ആ അക്കോമഡേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക വെച്ചാൽ ആ ഒരു അക്കോമഡേറ്റ് ചെയ്യുന്ന ഇക്വിപ്മെൻറ്റിൽ നിന്ന് ഒരു എമിഷൻ, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് എമിഷൻസ് അതുണ്ടാവാം. സോ അതാണ് എമിഷൻ ബൈ ന്യൂ ഡിവൈസ് എന്ന് പറയാം. Some of these new types of consumption will emit power quality disturbance such as harmonic emission. For example, ഒരു പെട്ടെന്ന് ഒരു ഹൈ റൈസ് ബിൽഡിംഗ് ഒരു നിങ്ങൾ സിറ്റിയിൽ ഉണ്ടാക്കി. ആ ഒരു ഹൈ റൈസ് ബിൽഡിങ്ങിൽ ഒരുപാട് പവർ ഇലക്ട്രോണിക് ഇക്വിപ്മെൻറ്റ്സ് ഉണ്ട്, മീൻസ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, ലാപ്ടോപ്സ്, അങ്ങനെ ഒരുപാട് പവർ ഇലക്ട്രോണിക് ഇക്വിപ്മെൻറ്റ്സ് ആ ഒരു ബിൽഡിങ്സിലുണ്ടാവും. ആ പവർ ഇലക്ട്രോണിക് ഇക്വിപ്മെൻറ്റ്സ് എന്ത് ചെയ്യും, അതൊക്കെ ഏതിനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളുടെ ഗ്രിഡുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ പവർ ഇലക്ട്രോണിക് ഇക്വിപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന ആ ഒരു ഹാർമോണിക്സ് അത് ഏതിനായിട്ട് വരും, ഏതിനെ എഫക്റ്റ് ചെയ്യും, ഗ്രിഡിനെ എഫക്റ്റ് ചെയ്യും. അത് ഈ പുതിയ ബിൽഡിംഗ് പെട്ടെന്ന് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ പുതിയ ബിൽഡിങ്ങിന് ഉണ്ടാകുന്ന ഹാർമോണിക്സ് ഗ്രിഡുമായിട്ട്
പ്രോബ്ലംസ് ഉണ്ടാവും. സോ അതാണ് ഈ പുതിയ ബിൽഡിങ് കൊണ്ടുണ്ടാവുന്ന ആ ഒരു ഹാർമോണിക് എമിഷൻ. അതിനെന്താ പറയുക, നമുക്ക് എമിഷൻ ബൈ ന്യൂ ഡിവൈസ്. ബട്ട് പ്രിലിമിനറി സ്റ്റഡീസ് ഹാവ് ഷോൺ ദാറ്റ് ഹാർമോണിക് എമിഷൻ ഡ്യൂ ടു ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ ഈസ് റാദർ ലിമിറ്റഡ്. സോ ഒരു ലോഡിന് ആവുമ്പോൾ, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു പുതിയ ബിൽഡിങ്ങിന് ഉണ്ടായിട്ട് വരുന്ന ഹാർമോണിക്സും ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ, അതായത് ഒരു പുതിയൊരാൾ ജനറേറ്റ് ചെയ്യുമ്പോൾ മീൻസ് അതേപോലെ ഒരു ഫോട്ടോവോൾട്ടൈക് അറേ, ഒരാൾ വലിയൊരു PV ഒരു 4 മെഗാവാട്ടിലെ ഒരു ഫോട്ടോവോൾട്ടൈക് സോളാർ സെല്ല് അയാൾ ഒരു 10 ഏക്കർ സ്ഥലത്തിൽ വെച്ചിട്ട് അയാൾ മാക്സിമം ജനറേറ്റ് ചെയ്തിട്ട് ഗ്രിഡിലേക്ക് സപ്ലൈ ചെയ്യണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ, സോ ഇതിനെ നമ്മൾ എന്താ പറയുക, ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ. ആ ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷനിൽ ഉണ്ടാവുന്ന എമിഷന് ഈ പുതിയ ബിൽഡിംഗ് കണക്ട് ചെയ്യുന്ന ഉണ്ടാവുന്ന എമിഷനെ കാട്ടിയും വളരെ കുറവായിരിക്കും. Most existing and end user equipment which are like computer, television lamps etc. emits exclusively at lower odd integer harmonics. സോ അത് കമ്പ്യൂട്ടറും ഒക്കെ ഒരു ഓഡ് ഇൻറ്റിജർ ഹാർമോണിക്സ് ആണ് കൂടുതലായിട്ട് എമിറ്റ് ചെയ്യുക. നെക്സ്റ്റ് ബൈ ഇൻ്റർഫറൻസ് ബിറ്റ്വീൻ ഡിവൈസ് ആൻഡ് പവർ ലൈൻ കമ്മ്യൂണിക്കേഷൻ. ഒരു ഡിവൈസ് മീൻസ് പവറും വയറും പിന്നെ സിഗ്നൽ വയറും, ഞാൻ പറഞ്ഞില്ല, ഒരു ചുവന്ന വയറും പിന്നെ ഒരു നീല വയറും തമ്മിലുള്ള ഇൻ്റർഫറൻസ്. The smart grids have the ability to communicate between devices, customers, distributed generations and the grid operators. So smart grid is a two-way communication ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, പവറും സെൻഡ് ചെയ്യാൻ പറ്റും. സോ മെനി ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ആർ പോസിബിൾ. പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ചാനലും ഇതിൽ പോസിബിൾ ആണ്. ദി പവർ ലൈൻ കമ്മ്യൂണിക്കേഷൻ ഈസ് എൻ ഓബ്വിയസ് ചോയ്സ് ബിക്കോസ് ഇറ്റ് ഈസ് ഈസിലി അവൈലബിൾ. സോ PLC ആണ് ഇത് ഈസിലി അവൈലബിൾ. സോ PLC പറഞ്ഞാൽ പവർ ലൈൻ കമ്മ്യൂണിക്കേഷൻ. ബട്ട് ദി പ്രോബ്ലം ഓഫ് ഡിസ്റ്റർബൻസ് ക്യാൻ അക്കോർ ബൈ ചൂസിങ് ദിസ് കമ്മ്യൂണിക്കേഷൻ. സോ ഡിസ്റ്റർബൻസ് പ്രോബ്ലം കൂടുതലാണ് ഇതിൽ പവർ ലൈൻ കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരു പവറിൻ്റെ ലൈനിൽ തന്നെ. സോ ഒരേ പവർ ലൈനിൻ്റെ കൂടെ തന്നെ ഒരു വേറെ ക്യാരിയർ ഫ്രീക്വൻസിയിൽ നിങ്ങൾ എന്ത് ചെയ്തു, സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്തു. അതായത് സെപ്പറേറ്റ് ട്രാൻസ്മിഷൻ ലൈൻ വേണ്ട, സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ട്രാൻസ്മിഷൻ ലൈൻ വേണ്ട. ആ ഒരു പവർ ലൈൻ, അതായത് നിങ്ങൾ RYB ഫേസിൽ തന്നെ നിങ്ങൾ ഏത് ട്രാൻസ്മിറ്റ് ചെയ്തു, സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതാണ് പവർ ലൈൻ കമ്മ്യൂണിക്കേഷൻ. സോ പവർ ലൈൻ കമ്മ്യൂണിക്കേഷൻ കുഡ് ഇൻട്രൊഡ്യൂസ് ന്യൂ ഡിസ്റ്റർബൻസ് വിച്ച് റിസൾട്ട് ഇൻ ഫർദർ റിഡക്ഷൻ ഇൻ പവർ ലൈൻ കമ്മ്യൂണിക്കേഷൻ. സോ ആ പവർ ലൈൻ കമ്മ്യൂണിക്കേഷന് പുതിയ ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അപ്പം നിങ്ങൾ സെൻഡ് ചെയ്ത കമ്മ്യൂണിക്കേറ്റിംഗ് സിഗ്നൽസ് റിസീവ് ചെയ്യുമ്പം അത് ആ കമ്മ്യൂണിക്കേഷൻ സിഗ്നൽ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് മേ ഓൾസോ റിസൾട്ട് ഇൻ ദി റേഡിയേറ്റഡ് ഡിസ്റ്റർബൻസ് പോസിബിലി ഇൻ്റർഫിയറിംഗ് വിത്ത് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. സോ റേഡിയോ ബ്രോഡ്കാസ്റ്റിങ്ങും കമ്മ്യൂണിക്കേഷനുമായിട്ട് അത് ഇൻ്റർഫിയർ ചെയ്യാനും ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇമ്മ്യൂണിറ്റി ഓഫ് ഡിവൈസ്. ഞാൻ പറഞ്ഞില്ലേ, ഡ്യൂ ടു വോൾട്ടേജ് ക്വാളിറ്റി ഡിസ്റ്റർബൻസ് ഓർ വി ക്യാൻ സേ ഡ്യൂ ടു വോൾട്ടേജ് ഡിപ്പ് there are simultaneous stripping of many distributed generation can occur and this is a very big problem. സോ വോൾട്ടേജ് ക്വാളിറ്റിയും പിന്നെ വോൾട്ടേജ് പെട്ടെന്ന് വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുമ്പോൾ പല ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷനും, അതായത് ഇൻഡിപെൻഡൻറ്റ് ഫോട്ടോ വോൾട്ടേജ് ജനറേഷൻ ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ അത് നാഷണൽ ഗ്രിഡിൽ നിന്ന് അവർ ഐസൊലേറ്റഡ് ആയി പോകും. ഫോർ എക്സാമ്പിൾ, ഇയാൾ ഒരു 240 വോൾട്ടേജിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും, ബട്ട് ഗ്രിഡ് വോൾട്ടേജ് സഡനായിട്ട് 240 താഴെ പോകും. അപ്പോൾ എന്ത് ചെയ്തു, ഈ ഒരു സിങ്ക്രണൈസേഷൻ ഇവിടുന്ന് പോയി. അപ്പോൾ എന്ത് ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സപ്ലൈ ഗ്രിഡിൽ നിന്ന് ഐസൊലേറ്റഡ് ആയി. സോ ഇങ്ങനെ സംഭവിക്കാം. ആൻഡ് ദിസ് ഈസ് എ വെരി ബിഗ് പ്രോബ്ലം. ഇത് ഏറ്റവും വലിയ പ്രോബ്ലമാണ്. ആസ് എ സ്മാർട്ട് ഗ്രിഡ് അറ്റംപ്റ്റ്സ് ടു മെയിൻറ്റെയിൻ എ ബാലൻസ് ബിറ്റ്വീൻ ദി പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ. ഒരു പ്രൊഡക്ഷനും കൺസംഷനും തമ്മിലുള്ള ബാലൻസ് വേണം. ആൻഡ് കൺസംഷൻ, മാസ് സ്ട്രിപ്പിംഗ് ഓഫ് കൺസംഷൻ വുഡ് ഹാവ് സിമിലർ അഡ്വേഴ്സ് സീക്വൻസ്. സോ അതേപോലെ ഒരു കൺസംഷൻ, ഇത് ജനറേഷൻ്റെ, അതായത് എഫക്റ്റീവായിട്ട് ജനറേറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അതേപോലെ ഒരു പർട്ടിക്കുലർ ലോഡ്, വലിയൊരു ബിൽഡിംഗ് ഉണ്ട്, സഡനായിട്ട് ആ ബിൽഡിങ്ങിലേക്കുള്ള പവർ ഓഫായിപ്പോയി. അങ്ങനെ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലംസ് ഉണ്ടാവും. സോ
So the next one, fourth one, increased weakening of transmission grid. Increased weakening of transmission grid. The use of distributed generation and of large wind parks will result in a reduction of the amount of conventional generation connected to the transmission system. The fault level will consequently be reduced and power quality disturbance will spread further. So use of distributed generation means separate photovoltaic generation unit of large wind parks ഒരു വലിയൊരു wind parks ആണെങ്കിലും അങ്ങനെയും വരാം will result in a reduction of amount of conventional generation connected to the transmission system. പെട്ടെന്ന് അവർ ജനറേഷൻ ചെയ്യുന്നത് അത് റെഡ്യൂസ് ചെയ്തു. അങ്ങനെ ഉണ്ടാകുമ്പോൾ ദി ഫാൾട്ട് ലെവൽ വിൽ കോൺസിക്യൂട്ട്ലി ബി റെഡ്യൂസ്ഡ് ആൻഡ് ദ പവർ ക്വാളിറ്റി ഡിസ്റ്റർബൻസ് വിൽ സ്പ്രെഡ് ഫാൾട്ട്. പെട്ടെന്ന് തന്നെ നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന പവർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാലും അത് മുഖാന്തരം ഫാൾട്ട് ഉണ്ടാവും. ഫാൾട്ട് ലെവൽ കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യാനും ചാൻസ് ഉണ്ട്. So next one we see the power quality problems in grid connected renewable energy sources. So ഈ grid connected renewable energy sources എന്തൊക്കെ power quality problems ഉണ്ടെന്ന് നോക്കാം. Okay.